ഹലോ ട്രേഡേഴ്സ്, ഇന്ന് ഞാൻ എടുത്ത ട്രേഡ് സെൻസെക്സിലാണ്. ഈ വീഡിയോയിൽ ഞാൻ എടുത്ത ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്കാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ സെൻസെക്സിൽ ഞാൻ എടുത്ത ഈ ഒരു ട്രേഡ് കുറച്ച് ഔട്ട് ഓഫ് ദ മണി ആയി പോയിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമ്മൾ എൻട്രി പോയിൻ്റ് പ്രോപ്പർ ആയതുകൊണ്ട് അത്ര വലിയ പ്രോബ്ലം ഒന്നുമില്ല. മിനിമം ഞാൻ വെച്ച ടാർഗറ്റ് ഇവിടെ ജസ്റ്റ് ഒരു മിനിമമായിട്ട് ഞാൻ വെച്ചത് ഇവിടെ ഹിറ്റായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അത്ര ഒന്നുമല്ല. സെൻസെക്സിൽ ഞാൻ ഒരു 100 പോയിൻറ്റ്സോളം ടാർഗറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു എൻട്രി പോയിൻ്റ് എന്നായിരിക്കും ഞാൻ പ്ലാൻ ആക്കുന്നത്. സോ പ്രൈസ് വീണ്ടും എൻ്റെ ഈ ഒരു എൻട്രി പോയിൻറ്റിൻ്റെ റേഞ്ചിൽ തന്നെ വന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും എക്സിറ്റ് ചെയ്തിട്ട് പോകുന്നില്ല. നമുക്കൊരു പ്ലാൻ ഉണ്ട്. ആ ഒരു പ്ലാന് കംപ്ലീറ്റ് ആവും വരെ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും വരെ, അതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. സോ വീണ്ടും പ്രൈസ് അതേ പറഞ്ഞതുപോലെ തന്നെ എൻട്രി പോയിൻറ്റിൻ്റെ റേഞ്ചിൽ വന്ന് കൺസോളിഡേറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ 2 hours പ്ലസ് ആണ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ആയിട്ടുള്ളത്. പിന്നെ എനിക്കറിയാം സെൻസെക്സ് നല്ലൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അതെനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെൻസെക്സിൻ്റെ എക്സ്പയറിയും കൂടിയാണ് നാളെ, ഇന്നല്ല നാളെ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെൻസെക്സിലേക്ക് ഇന്ന് മാറാൻ കാരണം. നിങ്ങൾക്കും 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ഇത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ സെൻസെക്സിൽ ഡൗൺ സൈഡിൽ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യും. നിങ്ങൾ എത്ര പോയിൻറ്റ്സ് വരെയാണ് ടാർഗറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അത് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യും. പ്രൈസ് ഇത് നമ്മൾ കബളിപ്പിക്കുന്നത് മാത്രമാണ്. പ്രൈസ് പോകുന്നൊന്നുമില്ല. കുറേ നേരം ഓൾമോസ്റ്റ് 2 hours പ്ലസ് ആണ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ആവുന്നുള്ളത്. സെൻസെക്സ് നോക്കുവാണെങ്കിൽ സെൻസെക്സിലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിനിമം ഒരു 100 പോയിൻറ്റ്സ് ഇവിടെ കീപ്പ് ചെയ്തത്. പക്ഷേ 100 പോയിൻറ്റ്സ് അല്ല, ഞാൻ ഔട്ട് ഓഫ് ദ മണി എടുത്തത് കൊണ്ടാണ് ഞാൻ 100 പോയിൻറ്റ്സ് കീപ്പ് ചെയ്തത്. ഓക്കെ, ഞാനൊരു ഇൻ ദ മണി ATM സ്ട്രൈക്ക് പ്രൈസാണ് എടുത്തതെങ്കിൽ ഞാൻ മിനിമം ഒരു 200 പ്ലസ് പോയിൻറ്റ്സ് കീപ്പ് ചെയ്തതാണ്. പക്ഷേ ഞാൻ ഔട്ട് ഓഫ് ദ മണി എടുത്തത് കൊണ്ട് ഞാൻ മിനിമം ഒരു 100 പോയിൻറ്റ്സ് ഇവിടെ കീപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ടാർഗറ്റായിട്ട്. സോ ദാറ്റ് ഈസ് ദ ലോജിക്. ഒരു ഏരിയനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തത്. ആൻഡ് എൻട്രി പോയിൻറ്റ് എക്സാക്ട്ലി 103 എടുക്കാനുള്ള കാരണം 954 ക്യാൻഡലിലാണ്. 954 ക്യാൻഡലിലാണ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾക്ക് സ്ട്രൈക്ക് പ്രൈസ് എടുത്ത് നോക്കിയെങ്കിൽ മനസ്സിലാവും. 954 ക്യാൻഡലിലാണ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളത്. ഓക്കെ, ആൻഡ് നല്ലൊരു രീതിക്കുള്ള മൂവ്മെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ചെറിയൊരു ടാർഗറ്റ് അല്ല, നല്ലൊരു പോയിൻറ്റ്സാണ്. ഓൾമോസ്റ്റ് 100 മുതൽ 200 വരെയാണ് ടാർഗറ്റ്. സോ നല്ലൊരു റിട്ടേൺ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് 100 പോയിൻറ്റ്സ് വരെ പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും എന്നെ പോലെ ട്രേഡ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ആക്കിയാൽ മതി. വാട്സാപ്പിൽ കോൺടാക്റ്റ് ആക്കിയാൽ മതി, ഞാൻ പഠിപ്പിച്ചു തരാം. താങ്ക് യു ഗൈസ്.